എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ 3-4 മാസത്തെ കാത്തിരിപ്പിന് ശേഷം സംസ്ഥാനത്ത് അന്തിമ SIR വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നിരവധി പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വിഷമിക്കേണ്ടതില്ല. വീണ്ടും വോട്ടർ ലിസ്റ്റിൽ ചേരാനുള്ള അവസരമുണ്ട്, ചേർക്കാനുള്ള അവസരമുണ്ട്. ഇനി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ സംശയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് SIR അന്തിമ വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. ലക്ഷക്കണക്കിന് വോട്ടർമാരാണ് ലിസ്റ്റിൽ നിന്നും പുറത്തായിട്ടുള്ളത്. സംസ്ഥാനത്താകെ 2,69,53,644 വോട്ടർമാരാണ് SIR ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഇത് പരിശോധിക്കാൻ ഇലക്ട്രൽ സെർച്ച് ECI.gov.in എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ഇൻ ഇലക്ട്രൽ റോൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. 3 തരത്തിൽ നമുക്കിത് പരിശോധിക്കാം. സെർച്ച് ബൈ എപിക് നമ്പർ, സെർച്ച് ബൈ ഡീറ്റെയിൽസ്, സെർച്ച് ബൈ മൊബൈൽ നമ്പർ. ഇപ്പോൾ മൊബൈൽ നമ്പർ അടിച്ചിട്ട് കിട്ടുന്നില്ല, അത് ശരിയാവുമായിരിക്കും. എന്തായാലും എപിക് നമ്പർ അടിച്ച് സെർച്ച് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് നമ്പർ അടിക്കുക. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ തൊട്ട് താഴെയുള്ള ക്യാപ്ചാ കോഡ് കൂടി എൻ്റർ ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേര് വിവരങ്ങൾ ഇതിൽ കാണുന്നതാണ്. നമ്മുടെ എപിക് നമ്പറും നെയിമും ഏജും മറ്റ് വിവരങ്ങളെല്ലാം ഇതിൽ കാണാവുന്നതാണ്. ഫുൾ ഡീറ്റെയിൽസ് കാണാൻ വ്യൂ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ വിവരങ്ങളും ഇതുപോലെ കാണാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ഇതിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ കഴിയാത്ത ആളുകൾ നിങ്ങളുടെ BLOയെ വിളിക്കുക. BLOയെ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ PDF ഫയൽ അയച്ചു തരും. അതിൽ ഒന്ന് സൂം ചെയ്ത് അത് ഓപ്പൺ ആക്കി സൂം ചെയ്തിട്ട് തിരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ BLO ഇതിനകം തന്നെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാകും. അപ്പൊ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ഇപ്പോഴും ഫോം 6 പ്രകാരം അപേക്ഷിക്കാവുന്നതാണ്. പ്രവാസികൾക്കും ഫോം 6A പ്രകാരം അപേക്ഷിക്കാവുന്നതാണ്. നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പണ ദിവസം വരെ പുതിയ വോട്ടർ ലിസ്റ്റിൽ വോട്ട് ചേർക്കാവുന്നതാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്കും ബൈ.